നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തുണ്ട്. കിഴിയിലേക്ക് പോകാം. കുറേ നാളുകളായി ഒരു കിഴി എപ്പിസോഡ് ചെയ്തിട്ട് തുടങ്ങല്ലോ നിങ്ങൾ. തുടങ്ങാം. എന്താണ് മത്സരത്തിന്റെ അജണ്ട? മത്സരമുണ്ടോ? മത്സരമുണ്ട്. കടുക്കും. അജണ്ടയും പറഞ്ഞു. തമിഴ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചെയ്യട്ടെ. ഓക്കെ ഓക്കെ. ഒന്നും കൂടിയടാ. ഹെഡ് ഫസ്റ്റ് വൺ ഞാൻ എടുക്കുന്നു. ഓക്കെ, കൊള്ളാട്ടോ. എൻ്റെ തമ്മു നായികയാവുന്ന സിനിമയാണ് ഒഡേല 2 സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 17 സിനിമ റിലീസിനെത്തും. അശോക് തേജയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. എൻ്റെ തമ്മു അല്ല, ഇപ്പൊ ആള് ഇപ്പൊ സിംഗിളാ. അതുകൊണ്ട് സിംഗിളായതുകൊണ്ട് എന്ത് കാര്യമുള്ളത് പറയൂ. സ്കോപ്പ് ഉണ്ട്. സ്കോപ്പല്ല, സ്കൂപ്പാ ഉള്ളത്. NTR പ്രശാന്ത് നീൽ മൂവി ഇപ്പൊ പറഞ്ഞ സ്കൂപ്പില്ലേ, അതും പിന്നെ അതിന് മുമ്പ് സ്കോപ്പ് അല്ല, തമ്മിന് കാരണം തൊമ്മി രണ്ടും പോരാ അല്ലേ? എന്തൊക്കെയാ വിളിച്ചു അത് ഞങ്ങൾ എതിർഭാഗത്ത് നിൽക്കുന്നവർക്ക് അതൊക്കെ കറക്റ്റ് ആയിരിക്കും. നിനക്ക് അത് പോരാൻ തോന്നും. അവരുടെ ചിന്താഗതിയിൽ ഞാൻ ചിന്തിച്ചിട്ട് പോലും പോരാ. അത്ര എത്തുന്നില്ല. ഞാൻ കൂട്ടിയിട്ട് തരാം. ഓക്കെ. NTR പ്രശാന്ത് നീൽ മൂവി സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് 2026 ജനുവരി 9. അന്ന് നമുക്ക് കത്തിക്കാം. ഡ്രാഗൺ എന്നാണ് താൽക്കാലികമായി ഈ സിനിമക്ക് പേരിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി പാരഡൈസ് സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ചില കിഴികൾക്കൊക്കെ ഒരു 1-2 ദിവസത്തെ പഴക്കം കാണും കേട്ടോ. ഞങ്ങള് എമ്പുരാന്റെ കൂടെ ആ ഉത്സവത്തിൽ അങ്ങ് പങ്കുചേർന്നു. അതുകൊണ്ടുള്ള പഴക്കം ഉണ്ടാവും ചിലതിനൊക്കെ. ഓക്കെ, ലേറ്റ് ആണെന്ന് പറയുന്നത്. റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് 26/3/26. അതായത് 2026 26-ാം തീയതി 3-ാം മാസം ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് വരും. നാച്ചുറൽ സ്റ്റാർ നാനി നായകനാവുന്ന സിനിമയാണ്. ആളുടെ ക്യാരക്ടർ, ആളിതിൽ എന്തായിട്ട് അഭിനയിക്കുന്നത് എല്ലാവർക്കും അറിയാലോ. പൂമോനായിട്ടാണ് വരുന്നത്. അടുത്ത വർഷം മാർച്ചിൽ. ശ്രീകാന്ത് ഒഡേലയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അടുത്തത് പെഡ്ഡി. ഓക്കെ, അതായത് RC16 സിനിമേന്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതാണ് പെഡ്ഡി. അതെ, ലുക്ക് പൊളി. സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം പെട്ടിയാണോ എന്നൊക്കെ. ബുച്ചി ബാബു സനയാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. പെട്ടിയിൽ ഇരിക്കോ ഇല്ലയോ എന്നുള്ളത് അല്ലേ? അതെ, ഗെയിം ചേഞ്ചറിൽ എന്തായാലും ആ പടം പോയിട്ട് പെട്ടിയിലായിട്ടുണ്ട്. അത് പൊട്ടി പെട്ടിയിലായി. ഓക്കെ, കൊള്ളാം. അടുത്ത കിഴി ഇപ്പൊ കിട്ടിയില്ലേ? നേരത്തെ ഇപ്പൊ ഞാൻ എന്താ തരും. അതെ. ഓക്കെ, അടുത്തത് തന്നു. കൂലി 2-0. കൂലി സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. ഒഡേല 2 അത് തമിഴാണോ? ഞാനത് വേറെ തെലുങ്ക് സിനിമയാണെന്ന് കരുതിയിരിക്കുക. അല്ലേ? തമിഴാണല്ലേ? ആണോ? തെലുങ്കല്ലേ അത്? അതൊന്ന് കമന്റ് ചെയ്യണേ. അതവിടെ കിടക്കട്ടെ കേട്ടോ. അത് നമ്മൾ ബോക്സിലിട്ട് വെച്ചേക്കാണ്. അത് തമിഴാണെങ്കിൽ ഇവൻ ജയിക്കും. ഇവൻ ഒരു പോയിന്റ് കൂടുതലുണ്ടാവും. ഇപ്പൊ എന്തായാലും കൂലി വന്നിട്ടുണ്ട്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ സൗബിൻ സായറും നാഗാർജുനും ഒരുമിച്ചുള്ള ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ സ്റ്റില്ല്. ഇതൊരു പൊളിക്കാനുള്ളതാ കൂലി. അപ്പൊ ഈ കിഴിന്റെ വിജയിനെ നമ്മൾ നാളെയാണ് പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ഇതിന്റെ കൺഫർമേഷൻ കിട്ടണല്ലോ. ഞാൻ എന്തായാലും ഒപ്പത്തിനൊപ്പം എത്തും. ഇപ്പം എത്തും പറഞ്ഞാൽ എത്തും. എന്താണ് PR4 പ്രദീപ് രംഗനാഥൻ 4ാമത്തെ സിനിമ. സിനിമയുടെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കീർത്തീശ്വരനാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. മമിത ബൈജു ആണ് സിനിമയിൽ നായികയായിട്ട് വരുന്നത്. ഞാൻ എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ വരികയായിരുന്നു. കീർത്തി സുരേഷ് ഒന്നല്ല, മമിത ബൈജു ആണെന്ന് പറയാൻ വരുന്നതാ. കീർത്തീശ്വരൻ സംവിധാനം, നായിക നമ്മുടെ മമിത ബൈജു, നമ്മുടെ സ്വന്തം മമിത. ഓക്കെ, അടുത്ത കിഴി സർദാർ 2 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വരാൻ പോകുന്നു. ഇതിന്റെ ഡബിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. 2:54 ഡ്യൂറേഷൻ, 2 മിനിറ്റും 54 സെക്കൻഡും. ഓക്കെ, കാർത്തി നായകനാവുന്ന സിനിമയാണ് കേട്ടോ. 2:1 തമിഴാണെങ്കിൽ 3:1.
അടുത്ത പോരട്ടെ. സ്പിരിറ്റ് സിനിമയിലെ പൂജ മാർച്ച് 30-ന്, അതായത് ഉഗടിയില്ലേ, ഉഗടിന്റെ ദിവസം ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. സ്പിരിറ്റ് ഇതിൽ ഡോൺലി ഉണ്ട് പറയുന്നുണ്ടായിരുന്നു. സഞ്ജയ് ദത്ത് ഓൺ ബോർഡ് ആയിട്ടുണ്ട്. അപ്പൊ ഡോൺലി ഇനി ഉണ്ടാവുമായിരിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. ഇനി ഞാൻ ഒന്നും പറയാൻ ഇനി അങ്ങനെ ഒരു വർത്താനം ഞങ്ങളുടെ ഭാഗത്ത് വരുന്നില്ല. ഒഫീഷ്യലി അവര് വന്നു എന്ന് പറഞ്ഞപ്പോ നമ്മുടെ വാർണറൊക്കെ കാണിച്ചില്ലേ, അതേപോലെ വരുമ്പോ പറയാം. അല്ലാണ്ട് ഞാനില്ലോ ഈ കളിക്ക് വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞില്ലേ. അതെ, നമ്മളും അതേ എക്സൈറ്റ്മെന്റോടെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നമ്മളിത് പറയുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ചെയ്തത്. പക്ഷെ അപ്പോഴും നമ്മൾ മറന്നുപോയൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ, അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ ഞങ്ങള്. അതാണ് ഇത് ഇല്ലെങ്കിൽ എന്നുള്ളൊരു സാധനം നമ്മുടെ മൈൻഡിൽ വന്നില്ല. കാരണം അത് ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചിരുന്നു. കോൺഫിഡൻസിന്റെ മൂത്താപ്പാന്റെ ലെവല്. കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മൂത്താപ്പ. ഭീകരം. ഓക്കെ, അടുത്ത കിഴി. ജാൻവി കപൂർ തമിഴ് വെബ് സീരീസ്. ജാൻവി കപൂറിന്റെ വെബ് സീരീസ് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. തമിഴ് വെബ് സീരീസ് തമിഴാണ്. ജാൻവി തമിഴിലേക്ക് വരുന്ന ഒരു സംഭവമാണ്. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ആദ്യമായിട്ട് തമിഴ് അഭിനയിക്കുന്നു. അത് പക്ഷേ വെബ് സീരീസാണ്, നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയുള്ള വെബ് സീരീസ്. ഇതിൽ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന വേഷം ചെയ്യും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. ഓക്കെ, നിനക്ക് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് മാത്രമായിരിക്കും. പക്ഷെ എനിക്ക് സ്പെഷ്യാലിറ്റി അത് മാത്രമല്ല. നിനക്ക് എണ്ണ അവിടെ കൂടിക്കൊണ്ടിരിക്കുക. അതായത് ജാൻവി ആദ്യമായിട്ടാണ് തമിഴിലേക്ക് വരുന്നത്. അതാ പറഞ്ഞേ, ആ ഒരു സ്പെഷ്യാലിറ്റി നിനക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ സ്പെഷ്യാലിറ്റി അല്ല ഉള്ളത്. തമിഴ് കീഴെടുത്തില്ലേ, അതാണ് എന്റെ ഒരു പ്രശ്നമായിട്ടിരിക്കും. നിന്റെ സ്പെഷ്യാലിറ്റി എനിക്ക് എന്റെ ഒരു പ്രശ്നമാണ്. അതാണ്. അടുത്തത് ദേവ സിനിമയുടെ OTT റിലീസ് ഇന്നാണ് കേട്ടോ, 28-ാം തീയതി. യെസ്, ഇതുവരെ വന്നിട്ടില്ല. നെറ്റ്ഫ്ലിക്സിലാണ്. റോഷൻ ആൻഡ്രൂസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുംബൈ പോലീസിന്റെ ചില പരിപാടികൾ കൊണ്ടുപോയിട്ട് ഒരുക്കി വെച്ച സിനിമയാണ്. അവിടെ വമ്പൻ ഡിസാസ്റ്റർ ആയിരുന്നു സിനിമ. ഷാഹിദ് കപൂറാണ് ഇതിൽ നായകൻ. പറഞ്ഞിങ്ങനെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വമ്പൻ ഹിറ്റ് ആയിരുന്നു പറയാൻ വരുന്ന പോലെ. എന്തായാലും അടുത്ത കിഴി. ഓംബ്രാ 3-1. ഒടയില കൂട്ടിയിട്ടല്ലോ. ഒടയില കൂട്ടിയിട്ടില്ല, ഒടയിലും കൂടെ കൂട്ടി 4-1 മറ്റേ ഇന്റർനാഷണൽ ജയമായിപ്പോ. അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ചു 4-1. എന്തിനാണ് പല ആൾക്കാരെ കുത്തിയത് നീ വെറുതെ? കുത്തലെന്താ അല്ല, അർജന്റീന ബ്രസീലിനെ തോൽപ്പിച്ച പോലെ എടുത്തു വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ നോക്ക്, ഇത് പച്ചയാണ്. മഞ്ഞനെ കണ്ടാ ഞങ്ങക്ക് പ്രശ്നമാണ്. പക്ഷെ എനിക്കും പ്രശ്നമാണ്. പിന്നെ എന്റെ ഷർട്ടായതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇല്ലേ വലിച്ചു കയറി ഞാൻ കളഞ്ഞു. എന്തായാലും വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ട്. 4-1 തോൽപ്പിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, കാര്യത്തിലേക്ക് വരാം. അടുത്തത് എന്തായിരുന്നു അപ്പം മറന്നല്ലോ. നരിവേട്ട വായിച്ചായിരുന്നേ, മനസ്സെന്ന് പോയി. നരിവേട്ട സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഇതിനും ചെറിയ പഴക്കമുണ്ട് കേട്ടോ. മെയ് റിലീസായിട്ടാണ് ഇത് വരുന്നത്. പ്ലാൻ ചെയ്യുന്നത്, അതായത് ഇവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത് മെയ്യിൽ എന്നുള്ളതാണ്. പക്ഷേ ഡേറ്റ് ഇവർ പ്ലാൻ ചെയ്യുന്നത് 16-ലേക്കാണ്. മെയ് 16. എന്താണെങ്കിൽ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്, കാണാം. 3 പേരുണ്ട്. ടൊവിനോ അല്ല, എന്തായിരുന്നു? അതല്ല, ടൊവിനോനെ നമ്മുടെ ഗോകുലം വിളിച്ചത് എന്തായിരുന്നു? ടിവാനോ മെയിൻ കഥാപാത്രമാകുന്ന സിനിമയാണ്. ടിവാനോ ഉണ്ട്, പിന്നെ സുരാജ് ചേരനുണ്ട്. അടുത്തത് എംപുരാൻ സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് ടോട്ടൽ 22 CR ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ എംപുരാൻ കിട്ടുമ്പോഴേ നമ്മുടെ മനസ്സിൽ വലുത് കിട്ടിയെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പറഞ്ഞു, ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിൽ കേട്ടോ, അത് ചെറുതായിട്ടുണ്ട്. പക്ഷെ കളക്ഷൻ ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ നോക്കും. 72 കോടി കളക്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം ഫസ്റ്റ് ഡേ 14 കോടിന്റെ മുകളിലാണ് കേട്ടോ. അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള വന്നിട്ടില്ല, വരും വന്നിരിക്കും. എന്തായാലും നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ അത് വന്നിട്ടില്ല. ഇപ്പോൾ സാധ്യത കൽപ്പിക്കപ്പെടുന്ന കണക്കാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഇതിൽ ആഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അടുത്ത കഴിയും. അല്ല ഒഫീഷ്യലി 4-1 അടിക്കായിരുന്നു, കിട്ടിയില്ല. അല്ല ഒഫീഷ്യലി അടിച്ചിട്ടുണ്ടാവും. എല്ലാ തമിഴനെയും അടിക്കും. ആണെങ്കിൽ നീ അടിച്ചോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ അടിക്കും. ഓക്കെ, ജയിച്ചിട്ടും അടിയോ എന്തല്ലേ? 3-1 ജയിച്ചു. എന്നിട്ട് എനിക്ക് തന്നെ എൻ്റെ നെഞ്ചത്തന്നെ കല്ല്. ഓക്കെ, ഇരിക്കട്ടെ. ഈ കിഴി എന്താണെന്നുള്ളത് പറയാം. ഇത് ഫ്രഷാണ്. കൃഷ് 4 എന്തൊക്കെയോ ചില പ്രശ്നങ്ങളാൽ നിന്നുപോയി.
അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നിർത്തിവെച്ചു എന്നുള്ള രീതിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമ നമ്മുടെ ഹൃത്തിക് റോഷൻ സംവിധാനം ചെയ്യാൻ പോകുന്നു. സാക്ഷാൽ ഹൃത്തിക് റോഷൻ, നമ്മുടെ ചെറുകൻ, നമ്മുടെ പിന്നല്ല ചെറുക്കനെ കൊണ്ട് എല്ലാത്തിനും പറ്റും, പിന്നെന്താ തെളിയിക്കും. ഓക്കെ, എന്തായാലും യഷ്രാജ് ഫിലിംസും പിന്നെ രാകേഷ് റോഷനും കൂടി ഒരുമിച്ചാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരമാകട്ടെ. അതെ, അപ്പോൾ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇതിപ്പോൾ നാളത്തേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ വിജയം കഴിഞ്ഞു. ഈ മഞ്ഞയും തീർന്നിരിക്കുന്നു. നാളെ ഞാൻ നീലിട്ട് വരുവാടാ, എന്നിട്ട് ഞാൻ ഒരു തിരിച്ചുവരവുണ്ടാവും. 4-1 നിന്നെ തോപ്പിച്ചിരിക്കും. ഓക്കെ, ബ്രസീലും അർജന്റീനയും കളി നാളെ. നീ മഞ്ഞിട്ടോണം. ഞാൻ മഞ്ഞിടാം. ഞാൻ നാളെ ബ്രസീലുണ്ടോ? നാളെ ഞാൻ അർജന്റീനയാണ്. നമ്മുടെ ഫാൻസ് ചെക്കന്മാരൊക്കെ അടിച്ചു കയറി ചെറിയ പ്രശ്നമുണ്ട്. അല്ല, സ്ക്രിപ്റ്റ് ആണെന്ന് പറയുന്നത് ഒരിക്കലും പറയാം. പിന്നെ മനഃപൂർവ്വം തോറ്റു തരാൻ പാടില്ല കേട്ടോ. അതെങ്ങനെ? അത് കിട്ടുന്നല്ലേ. ബ്രസീലിനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ബ്രസീലിനെ, എന്നാലും കുഴപ്പമില്ല. ഇത് അതല്ല, കിഴിയൊക്കെ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും സ്ക്രിപ്റ്റാന്ന് കരുതത്. അതിന് സ്ക്രിപ്റ്റ് എന്നല്ല പറയാ, സ്ക്രിപ്റ്റ് അല്ല, നമ്മൾ പച്ചക്കറി. അല്ലെങ്കിലും ഏതാ സ്ക്രിപ്റ്റ്? ഞങ്ങൾ ഈ സംസാരം കേട്ടോ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ആരെങ്കിലും എഴുതി വെക്കുമോ? ഇതുപോലെ ഇതൊക്കെ ഒരു ചോദ്യമാണ്. ഇങ്ങനെ എഴുതി വെക്കൊന്നുമല്ല, ആരെങ്കിലും മണ്ടത്ര എഴുതി വെക്കില്ലല്ലോ, പറയുന്നത് മൊത്തം പൊട്ടത്തരങ്ങൾ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോട്ടെ. അപ്പൊ നാളെ ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള മാച്ച്. അതെ, പിറ്റേ ദിവസം അർജന്റീനയും ഫ്രാൻസും ആയിക്കോട്ടെ. നാളെ എൽ ക്ലാസിക്കോ നമുക്ക്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷമായിട്ട് ഉടനെ വരാം. ബൈ.